റബ്ബർ കയറ്റുമതി ഉയർത്തി. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ സീസൺ പുരോഗമിക്കുന്നതിനാൽ ഷീറ്റ് ലഭ്യത ഉയരുമെന്ന നിഗമനത്തിലാണ് ചൈന അടക്കമുള്ള ഇറക്കുമതി രാജ്യങ്ങൾ. എന്നാൽ അടിക്കടിയുള്ള മഴ തായ്ലൻഡിൽ ടാപ്പിംഗിന് തടസ്സം സൃഷ്ടിച്ചതിനാൽ പ്രതീക്ഷയ്ക്കൊത്തു ഉൽപ്പാദനം ഉയർത്താനായില്ല. അതേസമയം മലേഷ്യയിൽ ഉൽപ്പാദനം വർദ്ധിച്ചു. മേയിൽ 28,000 ടൺ കയറ്റുമതി നടത്തിയ അവർ ജൂണിൽ 38,000 ടണ്ണും കയറ്റി അയച്ചു. ജൂലൈയിലെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഷിപ്പ്മെന്റ് ഉയരുമെന്നാണ് സൂചന. മലേഷ്യൻ റബ്ബറിൽ 50% അധികവും ചൈനയിലേക്കാണ് നീങ്ങിയത്. ജൂലൈയിൽ ആഫ്രിക്കയിൽ നിന്നും തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ചൈന റബ്ബർ ശേഖരിച്ചു. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ നേരിയ റേഞ്ചിൽ നീങ്ങുന്നതിനാൽ ഓപ്പറേറ്റർമാർ കരുതലോടെയാണ് വിപണിയെ വീക്ഷിക്കുന്നത്. പിന്നിട്ട വാരം 417 മുതൽ 428 റേഞ്ചിലായിരുന്നു റബ്ബർ. ഒരു മാസമായി 403, 436 എന്നിൽ നിലകൊണ്ടെങ്കിലും വ്യക്തമായ ഒരു ദിശ കണ്ടെത്താനായില്ല. ക്രൂഡ് ഓയിൽ വിലയിലെ കയറ്റിറക്കവും പ്രതികൂല കാലാവസ്ഥയിൽ ടാപ്പിംഗ് സ്തംഭിച്ചതുമെല്ലാം ഇടപാടുകാരെ വൻ ബാധ്യതകളിൽ നിന്നും പിന്തിരിപ്പിച്ചു. സംസ്ഥാനത്ത് റബ്ബർ വില കുറഞ്ഞു. മഴ ശമിച്ചത് കണ്ട് കർഷകർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചത് സ്റ്റോക്കിസ്റ്റുകളെ കൊച്ചി, കോട്ടയം വിപണികളിൽ വിൽപ്പനക്കാരാക്കി. 4ാം ഗ്രേഡ് 284 രൂപയിൽ നിന്നും 276ലേക്ക് ഇടിഞ്ഞു. 5ാം ഗ്രേഡ് 900 രൂപ കുറഞ്ഞ് കിൻഡലിന് 27,100 രൂപയായി. ഒട്ടുപാൽ 18,700 രൂപയിലും ലാറ്റക്സ് 19,000 രൂപയിലുമാണ്. മഴക്കുറവ് ആശങ്കയിൽ കാപ്പി കർഷകർ. കാപ്പിത്തോട്ടങ്ങളിൽ മഴയുടെ അഭാവം ഉൽപ്പാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ ഉൽപ്പാദകർ. കൊളംബിയയിലെ പ്രകൃതി ദുരന്തം കാപ്പി കയറ്റുമതിയുടെ താളം തെറ്റിച്ചു. പച്ചത്തേങ്ങ വിലക്കയറ്റം കൊപ്രയുടെ മുന്നേറ്റത്തിന് പച്ചക്കൊടി ഉയർത്തി. വിയറ്റ്നാമിൽ കുരുമുളക് വിളവെടുപ്പ് പൂർത്തിയായതോടെ ചെറുകിട വിപണികളിൽ വരവ് കുറഞ്ഞു. റബ്ബർ ഷീറ്റ് ലഭ്യത ഏഷ്യൻ റബ്ബർ മാർക്കറ്റിൽ ചാഞ്ചാട്ടം ഉളവാക്കാം. കേരളത്തിലെയും കർണാടകത്തിലെയും കാപ്പി ഉൽപ്പാദക മേഖലകളിലെ കാലവർഷം ദുർബലമായി നീങ്ങിയത് ഒക്ടോബറിൽ ആരംഭിക്കുന്ന സീസണിൽ ഉൽപ്പാദനക്കുറവിന് ഇടയാക്കാം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി വിളയുന്ന കൂർഗിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് മധ്യം വരെ മഴയുടെ അളവ് മുൻ വർഷത്തേക്കാൾ ഏകദേശം 25% കുറഞ്ഞു. ഹസൻ, ചിക്കമംഗലൂർ, വയനാട് മേഖലകളിലെ കാപ്പിത്തോട്ടങ്ങളിൽ വേണ്ടത്ര മഴ ലഭിച്ചില്ല. ദക്ഷിണേന്ത്യയിലെ വിവിധ കാപ്പി ഉൽപ്പാദക മേഖലകളിൽ 2 മുതൽ 61% വരെ മഴക്കുറവ്. ഓഗസ്റ്റ് 2ാം പകുതിയിലും സെപ്റ്റംബറിലും മഴ ദൈവങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ ഒക്ടോബറിൽ തുടങ്ങുന്ന കാപ്പി സീസണിൽ ഉൽപ്പാദനം ഇടിയുമെന്ന ആശങ്കയിലാണ് കർഷകർ. വയനാട്ടിൽ കാപ്പിപ്പരിപ്പ് കിലോ 392 രൂപയിലും 54 കിലോ ഉണ്ട കാപ്പിക്ക് 11,800 രൂപയിലുമാണ്. കട്ടപ്പനയിൽ റോബസ്റ്റ കാപ്പി കിലോ 203 രൂപയിലും പരിപ്പ് 350 രൂപയിലുമാണ്. ആഗോള കാപ്പി കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തുള്ള കൊളംബിയയെ പിടിച്ചുലച്ച ഭൂചലനം അവരുടെ കാർഷിക മേഖലയിൽ വിള്ളലുളവാക്കി. കാപ്പിത്തോട്ടങ്ങൾക്ക് പേരുകേട്ട കാൽഡാസ്, റിസറാൾഡ്, ക്വിൻഡിയോ മേഖലകളിൽ ഭൂകമ്പം ശക്തമായിരുന്നു. വൻകിട കാപ്പി സംസ്കരണ ഫാക്ടറികൾക്കും ഗോഡൌണുകൾക്കും തകർച്ച നേരിട്ടു. പ്രമുഖ തുറമുഖമായ ബ്യൂണവെഞ്ചുറ പോർട്ടലിൽ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ കയറ്റുമതി പൂർണ്ണമായി നിലച്ചു. വിപണിയിൽ വൻ ശക്തിക്ക് നേരിട്ട തിരിച്ചടി അന്താരാഷ്ട്ര കാപ്പി വില ഉയർത്താം. ന്യൂയോർക്കിൽ അറബിക്ക കാപ്പി 336 സെന്റിലും ലണ്ടൻ എക്സ്ചേഞ്ചിൽ റോബസ്റ്റ $3,600 വെളിച്ചെണ്ണ വില സ്റ്റഡി. ഭക്ഷ്യ എണ്ണ ഇറക്കുമതി വർദ്ധിച്ചു. ചിങ്ങം പിറന്നെങ്കിലും സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില സ്റ്റഡി. അതേസമയം കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്ന് പച്ചത്തേങ്ങ കിലോ 75 രൂപയിലേക്ക് ചുവടുവച്ചു. മാസങ്ങൾക്ക് ശേഷമാണ് പ്രാദേശിക ഡിമാൻഡിൽ തേങ്ങ വില ഉയർന്നത്. വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ മില്ലുകാർ വില ഉയർത്തി കൊപ്ര ശേഖരിക്കാം. നേരത്തെ കാങ്കയം ലോബി എണ്ണ വില കൃത്രിമമായി ഉയർത്തിയെങ്കിലും അതിൻ്റെ നേട്ടം കേരളത്തിലെ കർഷകർക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായില്ല. തിരുവോണം വരെയും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയരുമെന്നത് കൊപ്രയ്ക്കും തേങ്ങയ്ക്കും നേട്ടമാകും. വെളിച്ചെണ്ണ കിലോ 300 രൂപയ്ക്ക് മുകളിലാണ്. കൊച്ചിയിൽ എണ്ണ 255 രൂപയിലും കൊപ്ര 166 രൂപയിലുമാണ്. ഉത്സവ സീസൺ മുൻനിർത്തി വ്യവസായികൾ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. ജൂലൈയിൽ ഭക്ഷ്യ എണ്ണ വരവ് ജൂണിനെ അപേക്ഷിച്ച് 33% വർദ്ധിച്ചു. പാമോയിൽ ഇറക്കുമതി ജൂണിനേക്കാൾ 49.89% വർദ്ധിച്ച് 7,30,000 ടണ്ണായി. ഒക്ടോബർ വരെയും നീളുന്ന ഉത്സവകാല ആവശ്യങ്ങൾക്കായി വിവിധ തുറമുഖങ്ങളിൽ വലിയ തോതിൽ പാചക എണ്ണ ഇറക്കുമതി നടക്കുന്നുണ്ട്. പാമോയിൽ, സോയ,
സൂര്യകാന്തി എണ്ണകളാണ് ഇറക്കുമതിയിൽ മുന്നിൽ. കുരുമുളക് വിലക്കയറ്റത്തിന് തടയിടാൻ വ്യാപാരികൾ. വിയറ്റ്നാമിൽ കുരുമുളക് വിളവെടുപ്പ് പൂർത്തിയായതിനിടയിൽ വിപണികളിൽ വരവ് കുറഞ്ഞു. ലഭ്യത കുറഞ്ഞെങ്കിലും കയറ്റുമതി മേഖല നിരക്ക് ഉയർത്താതെ ചരക്ക് സംഭരണ ശ്രമത്തിലാണ്. ഒരു പരിധിവരെ അവർക്ക് കുടപിടിച്ച് ഉത്തരേന്ത്യൻ വ്യവസായ ലോബി ഇന്ത്യൻ മാർക്കറ്റിനെയും പിടിച്ചു നിർത്തി. ഇവിടെ വാങ്ങലുകാരുടെ പിടിവിട്ടാൽ വിയറ്റ്നാം മുളക് വില കുതിച്ചുചാട്ടം കാഴ്ചവെക്കും. അന്തർ സംസ്ഥാന വ്യാപാരികൾ തണുപ്പൻ മനോഭാവം പുലർത്തി മുളക് വിലക്കയറ്റത്തിന് തടയിടാനുള്ള ശ്രമത്തിലാണ്. ഓണാവശ്യങ്ങൾ മുന്നിൽ കണ്ട് കാർഷിക മേഖല ചരക്കിറക്കിയത് വാങ്ങലുകാർ നേട്ടമാക്കി. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 68,800 രൂപയിലും ഗാർബിൾഡ് കിൻഡലിന് 70,800 രൂപയിലുമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടണ്ണിന് $7,600.